നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 781st day. Today, third sloka of Prathama Skandam, 8th chapter. For details, please see the description box. ഗീതാസ് ഭക്തി ഗീതം, ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം, ഇന്ന് 781 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 3ാമത്തെ ശ്ലോകം. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ വൃതാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 3ാമത്തെ ശ്ലോകം. തത്രാസീനം കുരുപതിം ധൃതരാഷ്ട്രം സഹാനുജം, ഗാന്ധാരീം പുത്രശോകാർത്താം വൃതാം കൃഷ്ണാം ച മാധവ. തത്രാസീനം കുരുപതിം ധൃതരാഷ്ട്രം സഹാനുജം, ഗാന്ധാരീം പുത്രശോകാർത്താം വൃതാം കൃഷ്ണാം ച മാധവ. ഓം തത്സത്. പദം പിരിക്കേണ്ടത് തത്ര ആസീനം കുരുപതിം ധൃതരാഷ്ട്രം സഹാനുജം, ഗാന്ധാരീം പുത്രശോകാർത്താം വൃതാം കൃഷ്ണാം ച മാധവ. തത്ര എന്നാൽ അവിടെ, ആസീനം ഇരിക്കുന്ന, കുരുപതിയും ധർമ്മപുത്രനെയും ധൃതരാഷ്ട്രയെയും സഹാനുജം അനുജന്മാരോട് കൂടിയ ധർമ്മപുത്രനെയും എന്നുള്ള അർത്ഥത്തിൽ, ഗാന്ധാരിയെയും പുത്രദുഃഖത്താൽ ദുഃഖിക്കുന്ന, സങ്കടപ്പെടുന്ന, വൃഥാം കുന്തിയെയും, കൃഷ്ണാംച പാഞ്ചാലിയെയും, മാധവ ശ്രീകൃഷ്ണൻ. അടുത്ത ശ്ലോകത്തോടു കൂടി ആണ് ഈ ശ്ലോകം പൂർണ്ണമാവുക. 2 ശ്ലോകങ്ങൾക്കും അർത്ഥം ഒന്നിച്ചു വരുന്ന മാതിരി കൃഷ്ണൻ ഇവരെയൊക്കെ സമാധാനിപ്പിച്ചു എന്ന് പറയുന്നതാണ് അടുത്ത ശ്ലോകത്തിൽ വരുന്നത്. അതായത് അവിടെ ഇരിക്കുന്ന കുരുപതിയായിട്ടുള്ള ധർമ്മപുത്രനെയും ധൃതരാഷ്ട്രയെയും, എങ്ങനെയുള്ള കുരുപതിന് സഹാനുജം അനുജന്മാരോടുകൂടിയ ധർമ്മപുത്രരെയും, ഗാന്ധാരിയെയും, പുത്രശോകത്താൽ ദുഃഖിക്കുന്ന കുന്തിയെയും, കൃഷ്ണാം പാഞ്ചാലിയെയും ശ്രീകൃഷ്ണൻ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അടുത്ത ശ്ലോകത്തോടു കൂടിയാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം പൂർത്തിയാവുക. ഇവരെ ആ കുരുക്ഷേത്രത്തിൽ സന്നിഹിതരായിട്ടുള്ള ആൾക്കാരുടെ പേരുകളാണ് ഇവിടെ പറഞ്ഞത്. മുഖ്യമായിട്ടുള്ളവർ ധൃതരാഷ്ട്രരും ധർമ്മപുത്രരും അനുജന്മാരും പാഞ്ചാലിയും കുന്തിയും ഗാന്ധാരിയും എല്ലാവരും അവിടെ സന്നിഹിതരായിരുന്നു. ആ കുരുക്ഷേത്രത്തിൽ അവരെല്ലാവരും ഒരുപോലെ ദുഃഖിതരായിരുന്നു. എല്ലാവർക്കും അടുത്ത ബന്ധുക്കളും മറ്റും നഷ്ടപ്പെട്ട ഒരു യുദ്ധമുണ്ടായാൽ അവിടെ ദുഃഖവും നഷ്ടവും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ളവരെയൊക്കെ ശ്രീകൃഷ്ണ ഭഗവാൻ എപ്രകാരം ആശ്വസിപ്പിച്ചു എന്നുള്ളത് അടുത്ത ശ്ലോകത്തോടു കൂടി പൂർത്തിയാവുകയാണ്. ഉപദേശങ്ങളിലേക്കൂടി ഇങ്ങനെയുള്ളവരുടെ ദുഃഖങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കും എന്നുള്ളത് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. ഭഗവാന്റെ ഉപദേശം ദുഃഖങ്ങൾക്ക് ഒരു വിധം സമാധാനമുണ്ടാക്കും എന്ന് പറയുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. തത്രാസീനം കുരുപതിം ധൃതരാഷ്ട്രം സഹാനുജം, ഗാന്ധാരീം പുത്രശോകാർത്താം വൃതാം കൃഷ്ണാം ച മാധവ.
ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. ഓം തത്സത്.